വെൽക്കം ബാക്ക് ടു സിമ്പിൾ വർക്ക്. ഇന്ന് ലോഡഡ് ഫ്രൈൻ്റെ വീഡിയോ ആണ്. നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന ഐറ്റമാണ് ഈ ലോഡഡ് ഫ്രൈ. ഇത് നമുക്ക് സിമ്പിൾ മെത്തേഡിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാം. അത് കുറച്ച് നീളത്തിൽ നിന്ന് കട്ട് ചെയ്യുക, ചെറിയ പീസാക്കിയിട്ട്. എന്നിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം അതിലോട്ട് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് സോയ സോസാണ്, അതും 1 ടീസ്പൂൺ. ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അതവിടെ മാറ്റി വെച്ച ശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈ റെഡിയാക്കാം. അത് ഫ്രഞ്ച് ഫ്രൈ ഹോം മെയ്ഡായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. റെഡിമെയ്ഡ് ഉള്ളത് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ ഇങ്ങനെ 2 പൊട്ടാറ്റോ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം തിളക്കുമ്പോൾ നമ്മുടെ കട്ട് ചെയ്ത പൊട്ടാറ്റോ ചേർക്കാം. എന്നിട്ടൊന്ന് 2 മിനിറ്റ് മാത്രം തിളപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുക്കാം, കൂളായിട്ടുള്ള വെള്ളം. അതിലോട്ട് നമ്മുടെ ഈ വെള്ളമൊക്കെ പോയിട്ട് ചൂടൊക്കെ പോയ പൊട്ടാറ്റോ ഈ തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. കുറച്ച് സമയം തണുത്ത വെള്ളത്തിലും ഇട്ട് വെച്ച ശേഷം വീണ്ടും ഇത് സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇനി കോട്ടിങ് റെഡിയാക്കണം. അതിനുവേണ്ടി 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, ചെറിയൊരു സ്പൈസസിന് വേണ്ടി. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല പോലെ മിക്സ് ആക്കിയ ശേഷം നമ്മുടെ വെള്ളമൊക്കെ പോയിട്ടുള്ള പൊട്ടാറ്റോ ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ നല്ല പോലെ കോട്ട് ചെയ്യാം. ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണേലും വെക്കാം. ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു ചീസി ആയിട്ടുള്ള സോസ് റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ ബട്ടറാണ് എടുക്കേണ്ടത്. എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗീയിലാണ് റെഡിയാക്കുന്നത്. ഗീ ചേർത്ത ശേഷം 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തത്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാക്കിയ ശേഷം ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ബട്ടറിലാണ് ടേസ്റ്റ് ഈ സോസ്. ഞാൻ ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഗീ ചേർത്തത്. ഇനി ഇതിലോട്ട് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്യേണ്ടത്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ തന്നെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് സ്ലൈസ്ഡ് ചീസാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഗ്രേറ്റഡ് ചീസാണുള്ളത്. അതും ഫ്രീസറിൽ ഞാൻ പുറത്ത് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി മെൽറ്റാക്കാം. ഈ ചീസി സോസും നല്ല ടേസ്റ്റാണ്. നമ്മൾ കുബൂസിനൊക്കെ ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ലപോലെ മിക്സാക്കി, ഇതിപ്പോൾ കുറച്ച് തിക്കായി പോയിട്ടുണ്ട്. അത് കുറച്ച് പാൽ ചേർത്ത് ലൂസ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ചിക്കൻ ആയാലും ഫ്രഞ്ച് ഫ്രൈ ആയാലും ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ജോലി മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈ ആണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ലപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇത് ഈ ചൂടോട് കൂടി നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പിയാണ്. ആദ്യം ഫ്രഞ്ച് ഫ്രൈ ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. അതിനു മുമ്പ് ചിക്കനിൽ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്യണം. ഫ്രൈ ചെയ്യും മുമ്പ് ഞാനിപ്പം ഫ്രഞ്ച് ഫ്രൈ മിക്സ് ആക്കിയ കോട്ടിങ്ങില്ലേ, അത് ബാക്കി വന്നതാണ് ചേർക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈ റെഡിമെയ്ഡ് വാങ്ങിയ ആൾക്കാരാണെങ്കിൽ ചിക്കനിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്താൽ മതി.
എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സാക്കിയ ശേഷം ഇനി ഫ്രഞ്ച് ഫ്രൈ റെഡിയാക്കിയ ആ എണ്ണയിൽ തന്നെ നമുക്കിതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി. അതുപോലെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട്, സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈ ചേർത്ത് കൊടുക്കാം. പകുതിയാണ് ചേർക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ റെഡിയാക്കിയ സോസ് ചേർത്ത് കൊടുക്കാം. ചീസി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കെച്ചപ്പും കൂടി ചേർക്കാം. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മുടെ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ചിക്കൻ ചേർക്കാം. ഇങ്ങനെ 2 ലെയറായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ബാക്കി സോസ് ഒഴിച്ച് കൊടുക്കാം. സോസ് ഇരിക്കുന്നവരും തിക്കായി പോയിട്ടുണ്ട്. അത് കുറച്ച് ലൂസിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ തിക്കായി വരും. ചീസുള്ളത് കൊണ്ട് തിക്കായിക്കൊണ്ടിരിക്കും. ഇനി വീണ്ടും സോസ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ലോഡഡ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ചൂടോട് കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ മെത്തേഡാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.